സരിതയ്ക്ക് വേണ്ടി ജയിൽ രജിസ്റ്റർ തിരുത്തിയെന്ന് സംബന്ധിച്ച് ജയിൽ ഡിഐജി തിരുത്തൽ വരുത്തിയത് മനഃപൂർവ്വമെന്ന് സോളാർ കമ്മീഷൻ. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സമീർ സി വഴങ്ങൂടി ചേർന്നു. സമീർ, മറ്റ് വിവരങ്ങൾ. അരുൺ, അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ സന്ദർശക രജിസ്റ്ററിൽ തിരുത്തലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇന്ന് ജയിൽ ഐ ജി ഗോപകുമാർ സോളാർ കമ്മീഷന് മുമ്പാകെ സമ്മതിച്ചത്. നേരത്തെ ഇത് സംബന്ധിച്ചുള്ള ഈ രജിസ്റ്റർ ജയിൽ സൂപ്രണ്ട് കമ്മീഷൻ മുമ്പാകെ സന്ദർശിച്ചിരുന്നു. ആ വേളയിലാണ് വലിയ രീതിയിലുള്ള തെറ്റുകൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നത്. പലയിടത്തും രജിസ്റ്ററിലെ വെട്ടിത്തിരുത്തലുകളും അതോടൊപ്പം തന്നെ പേജുകൾ ഇളക്കി മാറ്റിയതുമുള്ള കാര്യങ്ങളായിരുന്നു അന്ന് നടത്തിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള മൊഴിയെടുപ്പിലാണ് ഇന്ന് ഐ ജി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. സരിത എസ് നായരെ സന്ദർശിച്ച പലരുടെയും പേരുകൾ പ്രത്യേക നിറത്തിലുള്ള മഷി ഉപയോഗിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയതും അതോടൊപ്പം തന്നെ പലയിടത്തും സന്ദർശക കോളങ്ങൾ പൂരിപ്പിക്കാതെ ഒഴിച്ചിട്ടതും കമ്മീഷന്റെ വിമർശനത്തിന് ഇടയാക്കി. അതോടൊപ്പം തന്നെ മിക്കയിടത്തും സന്ദർശന സമയം രേഖപ്പെടുത്താത്തത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇതെല്ലാം മനഃപൂർവ്വം വരുത്തിയ തെറ്റുകളല്ലേ എന്ന് കമ്മീഷൻ ജി ശിവരാജൻ ചോദിച്ചത്. ഈ വേളയിലാണ് രജിസ്റ്ററിൽ കുഴപ്പങ്ങളുണ്ട് എന്ന ഐ ജി ഗോപകുമാർ ഏറ്റുപറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ തന്നെ ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. അത്തരം ആക്ഷേപങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒരു കാര്യം തന്നെയാണ് ഐ ജിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഇക്കാര്യം സമ്മതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മന്ത്രിമാർക്കും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തുള്ള നിരവധി MLA-മാരുടെ പേരും ഈ കേസുമായി ബന്ധപ്പെട്ട് സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നതാണ്. ഇതിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഈ കേസ് ഒതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നു എന്നുള്ളത് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അട്ടക്കുളങ്ങര ജയിലിൽ ചെന്നുകൊണ്ട് സരിത എസ് നായരെ കാണുകയും പല തരത്തിലുള്ള പ്രലോഭനങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ സമ്മർദ്ദങ്ങളിലൂടെയും കേസ് ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതും സംബന്ധിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളും പുറത്തു വന്നിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു തെളിവും അതോടൊപ്പം തന്നെ ഈ ആക്ഷേപങ്ങൾക്കെല്ലാം കൂടുതൽ ശക്തി പകരുന്നതുമായ ഒരു കാര്യം കൂടിയാണ് ഇന്ന് ജയിൽ ഐ ജി ഗോപകുമാർ ഇത്തരത്തിൽ വനിതാ ജയിലിലെ സന്ദർശക രജിസ്റ്ററിൽ വലിയ രീതിയിലുള്ള തിരുത്തലുകൾ നടന്നിട്ടുണ്ട് എന്ന് സോളാർ കമ്മീഷന് മുമ്പാകെ സമ്മതിച്ചിരിക്കുന്നത്. അരുൺ, സമീർ, കൃത്യമായി ഇതൊരു തരത്തിലുള്ള സ്ഥിരീകരണം കൂടിയാണ്. ഏറ്റവും ഒടുവിലായി ഏത് വിധത്തിലൊക്കെയാണ് തിരുത്തൽ നടത്തിയത് എന്നാണ് കണ്ടെത്തൽ അല്ലെങ്കിൽ നിരീക്ഷണം? ഇന്ന് ജസ്റ്റിസ് ശിവരാജൻ പ്രധാനമായും എടുത്തു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഒന്ന്, സരിത എസ് നായരെ സന്ദർശിച്ചവരെ പ്രത്യേക നിറത്തിലുള്ള മഷി ഉപയോഗിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പലയിടത്തും സന്ദർശക കോളങ്ങൾ പൂരിപ്പിക്കാതെ ഒഴിച്ചിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മിക്കയിടത്തും സന്ദർശന സമയം രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതുമാണ്. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇതെല്ലാം മനഃപൂർവ്വം വരുത്തിയ തെറ്റുകളല്ലേ എന്ന ജസ്റ്റിസ് ശിവരാജന്റെ ചോദ്യം ജയിൽ ഐ ജി ഗോപകുമാറിന് നേരെ ഉയരുന്നത്. ഈ വേളയിലാണ് ഇതിനൊരു മറുപടി എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള വലിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം ഐ ജി ഗോപകുമാർ കമ്മീഷന് മുമ്പാകെ സമ്മതിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പും ജയിൽ വകുപ്പും എല്ലാം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ കേസ് ഒതുക്കുന്നതിന് നടത്തിയിട്ടുള്ള വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു ഏറ്റുപറച്ചിലാണ് ഐ ജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അട്ടക്കുളങ്ങര ജയിൽ സൂപ്രണ്ട് കമ്മീഷന് മുമ്പാകെ സന്ദർശന രജിസ്റ്റർ നേരത്തെ ഹാജരാക്കിയിരുന്നു. ആ വേളയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു. അന്ന് പ്രധാനമായും ജസ്റ്റിസ് ശിവരാജൻ ഉയർത്തിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് തുടർച്ചയായിട്ടുള്ള വെട്ടിത്തിരുത്തലുകൾ കാണുന്നു. അതോടൊപ്പം തന്നെ പേജുകൾ പലതും അതിന്റെ ഓർഡറിലല്ല ഇരിക്കുന്നത്, പലയിടത്തും ഇളക്കി മാറ്റിയതായി കാണുന്നു. അതോടൊപ്പം തന്നെ പലരുടെയും പേര് വിവരങ്ങളും ഒപ്പം ഏതൊക്കെ നേരത്തെ സന്ദർശിച്ചു, ആരൊക്കെ സന്ദർശിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും വെള്ള പേപ്പർ കൊണ്ട് ഒട്ടിച്ചുകൊണ്ട് പല വിവരങ്ങളും മറച്ചതടക്കമുള്ള കാര്യങ്ങളാണ് അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് അന്നും ഇടയാക്കിയിരുന്നു. ഇപ്പോൾ അതിന്റെ മറ്റൊരു പതിപ്പ് അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു സ്ഥിരീകരണം, അതിന്റെ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുകയും ഈ കേസ് ഒതുക്കുന്നതിന് വേണ്ടിക്കൊണ്ട് തന്നെ ഉന്നതരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിക്കൊണ്ടും നടത്തിയിട്ടുള്ള ജയിൽ വകുപ്പും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പും നടത്തിയിട്ടുള്ള ഇത്തരം ഇടപെടലുകളെ എല്ലാം സത്യമായിരുന്നു. അത്തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ജയിൽ ഐ ജി ഗോപകുമാർ ഇന്ന് സോളാർ കമ്മീഷന് മുമ്പാകെ സമ്മതിച്ചിരിക്കുന്നത്. അരുൺ, സമീർ, അതായത് ഇത് ഗുരുതരമായ ക്രമക്കേടുകൾ ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നു, ഇത് സംശയാസ്പദമാണ് എന്ന തരത്തിലുള്ള സ്ഥിരീകരണം കൂടിയാണ് നിലവിൽ ലഭിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഇത് മനഃപൂർവ്വം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മനഃപൂർവ്വം വരുത്തിയ തെറ്റുകളല്ലേ എന്ന ചോദ്യത്തിന് ഇത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഐ ജി സമ്മതിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്കൊടുവിൽ നടത്തിയിട്ടുള്ള വലിയ ക്രമക്കേടുകളുടെ ഒരു സ്ഥിരീകരണമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് രണ്ടാം തവണയാണ് ഈ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് സന്ദർശന രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് സോളാർ കമ്മീഷന് മുമ്പാകെ എത്തുന്നത്. അന്ന്
ആദ്യഘട്ടത്തിൽ ഇത് ജയിൽ സൂപ്രണ്ട് കമ്മീഷന് മുമ്പാകെ സന്ദർശന രജിസ്റ്റർ ഹാജരാക്കിയപ്പോഴായിരുന്നു അത്തരത്തിലുള്ള വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ഈ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് നടന്ന രണ്ടാമത്തെ ഒരു മൊഴിയെടുപ്പിലാണ് IG ഭാഗത്തു നിന്ന് തന്നെ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് വിവിധ മന്ത്രിമാരുടെ പേരുകളും അതോടൊപ്പം തന്നെ ഭരണപക്ഷത്തുള്ള MLA-മാരുടെ പേരുകളും വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇത് ഒതുക്കാനുള്ള അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കിടയിലാണ് അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ചെന്നുകൊണ്ട് ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള സരിത എസ് നായരെ കാണുന്നതും അത്തരത്തിൽ കണ്ടവരെ സംബന്ധിച്ചും അതൊക്കെ ഏതേത് സമയങ്ങളിലാണ് ആരൊക്കെയാണ് സന്ദർശിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് വലിയ രീതിയിലുള്ള മാറ്റം സംഭവിച്ചിരിക്കുന്നത്. സമീർ വഴങ്ങോടാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.